ഇതെന്തു ശാരദ നീ ഇവിടെ കുത്തിയിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്നോട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനേ, എനിക്ക് കഞ്ഞി കുടിക്കാന്. ഞാൻ അത് തന്നെ ഇവിടെ ഇരുന്നത്. എനിക്ക് ദേഷ്യം വരുന്നത്. ഇവിടെ ഒരു തേങ്ങ പോലും ഇല്ല. ചേട്ടനോട് ഞാൻ പറഞ്ഞ തേങ്ങ വെട്ടിക്കാൻ. എന്നിട്ട് കേട്ടോ എന്നിട്ട് അത് കൊള്ളാം, അവൻ വെട്ടിച്ചില്ലല്ലയോ? ഇവിടെ തേങ്ങ ഒന്നുപോലും ഇല്ലേ? ഞാൻ മെനഞ്ഞാൻ തൊട്ട് ചേട്ടനോട് പറയാം തേങ്ങ വെട്ടുന്ന്. പറമ്പ് മൊത്തം കണ്ടത് തേങ്ങ വളഞ്ഞു കിടക്കുക. ഇനിയിപ്പോൾ എന്തോ ചെയ്യുവടി? ചെറിയ തെങ്ങ് വല്ല ഉണ്ടെങ്കിൽ വല്ല തോട്ടിയോ വല്ല വെച്ച് പറിക്കാൻ നോക്കടി. ആ ചെറിയൊരു തെങ്ങ് ഉണ്ട്, അതിലുണ്ട് തേങ്ങ. ഇവിടെ അത് തേങ്ങ എങ്ങനെ കിട്ടട്ടെ, എന്നിട്ട് മതി എന്റെ കരിക്ക് വേണോ മോന്? ആ അമ്മ വെട്ടിത്തരും കേട്ടോ. ആ എന്നാ പിന്നെ നിങ്ങളോട് വാ. തേങ്ങയൊക്കെ സമയത്തിന് വെട്ടിയില്ലെങ്കിൽ പിന്നെ മൊത്തം ഉണങ്ങി പോത്തില്ലയോ? അവനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ മിക്കവാറും തെങ്ങിന്റെ മോളെ കയറേണ്ടി വരും തോന്നല്ലേ മോളെ. മുട്ടക്കാട്ട തെങ്ങ അതിന്റെ എങ്ങനെ തോട്ടിയിട്ട് പറിക്കും. എന്നാലും നമുക്ക് തോട്ടയുണ്ടോ നോക്കാം. അങ്ങോട്ട് പോകുമ്പോൾ നടക്കും മോള്. ആരോ വന്നിട്ടുണ്ടല്ലേ തെങ്ങുതോപ്പില്? തേങ്ങ വെട്ടാനാന്ന് തോന്നുന്നു. ആഹാ, തേങ്ങ വെട്ടുവോ? എന്നാ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഓ ഇത് ഇനിയിപ്പോ എവിടുന്ന് പറിക്കാനാന്ന് എന്തോ. ആഹാ അമ്മണി ശാന്തിച്ച് എന്താണ് പരിപാടി? വീട്ടിലാണെങ്കിൽ ഒരു തേങ്ങ പോലും എടുക്കാനില്ല. തേങ്ങ വെട്ടാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഞങ്ങള്. ഞങ്ങൾ തേങ്ങ വെട്ടാനല്ല, ഞങ്ങള് തേങ്ങ പിന്നെ പറിക്കാൻ വേണ്ടിട്ട് വന്നതാ തോട്ടയും കൊണ്ട്. തേങ്ങ വെട്ടാൻ ഇപ്പൊ ആളെ കിട്ടാനില്ലെന്നേ. ഞങ്ങളും തേങ്ങ മുറിക്കാൻ വേണ്ടിട്ട് വന്നതാ. ശാന്തേച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടി തോട്ട? ഓ ദേ ഇത് അപ്പുറത്താ പറമ്പിൽ കിടന്ന്. പക്ഷെ ശാന്തേച്ചിയുടെ തെങ്ങിലൊക്കെ തേങ്ങ ഒന്നും വിളഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ പറമ്പ് നോക്കിക്കേ, തേങ്ങ മൊത്തം വിളഞ്ഞു നിൽക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തരാം. നിങ്ങളുടെ തേങ്ങയോ? അയ്യോ ഞങ്ങൾക്ക് ഇവിടെ തെങ്ങുള്ളപ്പോൾ പിന്നെ ഇനിയിപ്പം എന്താ ശാന്തേച്ചി അങ്ങോട്ട് നടക്ക്. ഇവിടെ എനിക്ക് തേങ്ങയിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങളത് കഴിഞ്ഞ പ്രാവശ്യം കൊപ്ര ചട്ടിയല്ലേ തേങ്ങ വെട്ടിയിട്ട്? ആ അത് തന്നെ കുറേ ഉണ്ടായിരുന്നു തേങ്ങ. മൊത്തം ഞങ്ങൾ കൊപ്ര ചട്ടി. അതാ ഇപ്പം തേങ്ങയൊന്നും ഇല്ലാത്തത്. വാ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ശാരദ തോട്ടി എടുക്കുവോ? ആ ഞാൻ എടുത്തോളാം ശാന്തേച്ചി, നിങ്ങൾ നടന്നോ. ആ കൊല പറിക്കാൻ നോക്ക് ശാരദേ. അയ്യോ ശാന്തേച്ചി ഇതിന് പകുതി പോലും എത്തിയിട്ടില്ല, അങ്ങ് മുകളില. എനിക്ക് തോന്നില്ല ഇതിൽ നമുക്ക് തേങ്ങ കിട്ടുമെന്ന്. ഈ പറമ്പിൽ തേങ്ങ കിട്ടത്തില്ല കേട്ടോ, മൊത്തം മുകളിലുള്ള തെങ്ങുകളാ. ഓ ഇതെന്തൊരു കഷ്ടമെന്ന് പറയാം. ഇനി എങ്ങൊന്നും തേങ്ങ കിട്ടത്തില്ലേ? ശരി ഇത് ഒരു കോളിന് നടക്കും തോന്നില്ല. ആ ശരി ഏതോ അപ്പുറത്തെ പറമ്പിൽ ഇപ്പോണ്ട്. വെറുതെ നമുക്കത് കൊണ്ട് വെള്ളം വിഴുകല്ല, എന്ത് ചെയ്യാനാ? നമുക്കത് പറിച്ചാലോ ശാന്തേ? ആ നല്ല ആളാ. എന്തോന്ന് ശാന്തേച്ചി പറയുന്നേ? തർക്കമൊന്നും വേണ്ട, എല്ലാവരുടെയും പ്രശ്നം തീരും. നമുക്കത് അപ്പുറത്തെ പറമ്പിൽ അങ്ങ് പറിക്കാം. വാ ഇങ്ങോട്ട് വാ. ഞാനും ഇനി അമ്മാന്തിച്ചിരിക്കണ്ട. എന്തോ എനിക്കതിനോട് താല്പര്യമില്ല. എന്റെ പൊന്നു ചേച്ചി പറിക്കണോ ചേച്ചി? ഇതിന്റെ ഓണർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ഇതിപ്പോ ആര് പറിക്കും? എനിക്ക് പേടിയാന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ തന്നെ അങ്ങ് പറിക്കാം. മാറിയുന്ന കുട്ടുവനെ അങ്ങോട്ട്. അയ്യോ ഭയങ്കര പാട് കേട്ടോ. അയ്യോ എന്താ സാധനം? അയ്യോ ഇതെന്താ സാധനം? ഇത് കണ്ടോ അറിയത്തില്ലോടി, ഇത് കാട്ടുപോത്ത്. നിക്ക്, അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, അവിടെ നിക്കാൻ. അയ്യോ എന്താ സാധനം ചേച്ചത്? അയ്യോ കാട്ടുപോത്ത്, എനിക്ക് പേടിയാവുന്ന കണ്ടിട്ട്. നിങ്ങളെല്ലാരും എന്താ വിചാരിച്ചത്? അത് വെറും കാട്ടുപോത്താണോ? നോക്കി അതിന്റെ പുറത്ത് നിങ്ങൾ കണ്ടായിരുന്നോ? അതിന്റെ പുറത്ത് പിന്നെന്താ തേങ്ങ. അത് നിങ്ങൾ ചെയ്തിട്ട് സാധാരണ കാട്ടുപോത്തൊന്നും അല്ല. എന്താ പോത്തടി? ഇടിയാണ് കോക്കോസിനോ റൈനോയോ? കോക്കോസിനോ റൈനോയോ? അതെന്താ സാധനം അത്? അയ്യോ പേര് കേട്ടിട്ട് വല്ല ബ്രെയിൻ റോട്ട് ആനിമൽ വല്ല പോയിരിക്കുന്നല്ലോ. ഓ ഏത് വഴിക്ക് പോയോ എന്തോ, അത് നമ്മുടെ പുറകെ വരുമോ ശാരദേ? അയ്യോ ചേച്ചി കുട്ടുമല്ലേ? നല്ല ആളാ അമ്മണി, എന്തോ പറയോടി നീ ഇത്? ഇല്ല ഇങ്ങോട്ടല്ല നമ്മളെ കണ്ടില്ല കേട്ടോ. മിക്കവാറും അത് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. വേറെ എങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. ചേച്ചി നമുക്കൊന്ന് തെങ്ങിന്റെ മുകളിൽ കയറാൻ, വേറെ ഒന്നും നോക്കണ്ട. താഴെ വീണാലും വേണ്ടില്ല. ഓ ഞാൻ ഈ വണ്ണം വെച്ചോണ്ട് എങ്ങനെ കയറും? എന്നാലും വേണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും കയറിയല്ലോ. മല്ലരും 3 പേരും കയറി. ഞങ്ങൾ ആദ്യം എന്തോ എന്തോ. ശാന്ത ശരി ഒന്നും പഠിക്കണ്ട, വാ ചാടി കയറി നോക്ക്. അയ്യോ ശാരദ കയറിയല്ലോ. ശാന്ത ചേച്ചി ഒന്ന് കയറി ചേച്ചി. ഞാനും കുട്ടുമ്പം കയറിയെടുത്ത് കയറാൻ പോവാ. അയ്യോ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല കയറാൻ. ഇല്ല എനിക്ക് ഇവിടെ കയറാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല.
പോയത്. പക്ഷെ ഇങ്ങോട്ട് തന്നെ അത് വരുന്നത്. നോക്കിയേ നിങ്ങള്. ഐഡിയ എന്തോ കിങ്ങിണി? എന്തിനാ മോളത് കീറുന്നേ? അതുകൊണ്ട് ഈ ഡ്രസ്സിന്റെ റെഡ് കളറിലെ ഭാഗം ഞാൻ കീറി തരാം. അപ്പോഴേക്കും ആന്റിയെങ്കിലും ദൂരോട്ട് അങ്ങോട്ടല്ലേ അത് മാറ്റിയിടും. അപ്പൊ ഈ റൈനെങ്കിൽ ആ റെഡ് കളർ അങ്ങോട്ട് റെഡ് കളർ കണ്ടിട്ട് അങ്ങോട്ടൊക്കെ പൊക്കോളും. എടി അതിനേക്കാൾ നല്ല ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എടി അതാണെങ്കിൽ ദൂരെ പോയാലും പിന്നെ പുറകെ ഓടി വരുമല്ലോ. നമുക്കാണെങ്കിൽ അതിനാണെങ്കിൽ ട്രാപ്പിലാക്കിയല്ലോ. എനിക്ക് മനസ്സിലായ ഐഡിയ. അതാണെങ്കിൽ ആ പൊട്ടക്കടത്തി എടുത്തിടാനല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? യെസ് കറക്റ്റ്. ഞാൻ തന്നെ ഉദ്ദേശിച്ചത്. അതുള്ള മോളെ ഐഡിയ. റെഡ് കളറിൽ കീറി കൊടുക്കുക കിങ്ങിണി. അതാണെങ്കിലേ ശാന്തേച്ചി എങ്ങനെ ആ പൊട്ടക്കണത്തോട്ട് കൊണ്ടിട്. ആ റെഡ് കളർ കണ്ടോണ്ടെന്ന് അറിയോ? ആ റൈനൊക്കെ ആ പൊട്ടക്കണ്ണിലെടുത്ത് ആടിക്കോളും. അത് നല്ല ഐഡിയ കേട്ടോ. ആന്റി എന്താ പിടിച്ചത്? ഞാൻ ഇപ്പൊ റെഡ് കളറിലെ ഡ്രസ് അങ്ങോട്ട് കീറിയിട്ട് തരാം. ഞാൻ എന്നാ ഇനി അത് പൊട്ടക്കണത്തി കൊണ്ടിടട്ടെ. അമ്മ വേഗം പോന്നേ. ആ റൈന കാണില്ല. കാണാനാണ് പൊട്ടക്കടത്തി കൊണ്ടിടാന്. അതൊക്കെ ഞാൻ നോക്കളാം. ശാന്തേച്ചി സൂക്ഷിച്ചു പോ. നിങ്ങൾ ആ റൈന വരുന്നുണ്ടോ നോക്കിയാണ് എല്ലാരും. ഈ റൈന എന്ന് പറയുന്നത് കോക്കോസിന്റെ റൈന എന്ന് പറ. പിന്നെ ഇപ്പഴേ കോക്കോസീന റൈനോ നീ ഓടി. ഒരേ എത്തുന്ന വാഴ വെട്ട നോക്കല്ലേടി. ഓടി. എല്ലാരും ഒന്ന് വഴക്കിടാതെ മിണ്ടായിരുന്നു. ആ റൈനോ വരുന്നുണ്ടോ നോക്കാദ്യം. ശാന്തേച്ചി വാ പെട്ടെന്ന് പോരെ. അയ്യോ ആ റൈന അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. പൊട്ടക്കടന്ന് എടുക്കുന്നുണ്ട്. ആന്റി പെട്ടെന്ന് വാ. അമ്മ ഇങ്ങോട്ട് ഓടി. അമ്മ എന്താ നോക്കിക്കോ. ഇങ്ങോട്ട് പെട്ടെന്ന് വാ. ഞാൻ വരുന്നു നിങ്ങളൊന്ന് മിണ്ടായിരിക്കും. ഞാനെന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി അത് പൊട്ടക്കടത്തി ചാടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. പൊട്ടക്കണറ്റി ഒരു റെഡ് കളർ കാണുന്നല്ലോ. വലിയ റെഡ് കളറിലെ തുണിയോ? എന്തോ സാധനം അത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും റെഡ് കളറാ. അങ്ങോട്ട് ആദ്യം എടുത്ത് ചാടട്ടെ. അതിങ്ങ് എടുക്കട്ടെ റെഡ് കളർ. അയ്യോ അയ്യോ ഞാനിനി എങ്ങനെ തിരിച്ചു കയറും? എന്തൊരു മക്കളാ. അയ്യോ ഞാനിനി എങ്ങനെ കയറും? എന്തായാലും എല്ലാവരുടെയും ഐഡിയ കാരണം നമ്മൾ രക്ഷപ്പെട്ട്. പൊട്ടക്കണത്തി വീഴുകയും ചെയ്ത്. കോക്കോസീനോ റൈനോ. അതങ്ങനെ പൊട്ടക്കടത്തി കിടന്നിട്ടേ കേറാൻ പറ്റാത്തവർക്ക് വെള്ളം വെക്കുമെന്ന് തോന്നുന്നു. അയ്യോ രക്ഷിക്കോ, അയ്യോ രക്ഷിക്കോ. പിന്നെ നമ്മളെ പിടിക്കാൻ വന്നിട്ട് നമ്മൾ രക്ഷിക്കാൻ പോവല്ലേ? നമുക്ക് കരിക്കിടാൻ പോവാം. കുട്ടുകാരെ നിനക്ക് കരിക്കിന്റെ ഓർമ്മ ഉണ്ടടാ? കരിക്കനല്ലേ ഇപ്പൊ അത്യാവശ്യം തേങ്ങയല്ലേ അത്യാവശ്യം. ഇനിയിപ്പൊ കരിക്കും വേണ്ട തേങ്ങ വേണ്ട. നമുക്ക് വീട്ടിലോട്ടങ്ങ് പോവാം. എന്താ എല്ലാരോടും ഇവിടെ? അയ്യോ രാമേട്ടൻ ഞങ്ങൾ തേങ്ങ ഇടാൻ വേണ്ടി വന്നതാ. തേങ്ങ ഇടാൻ ഇപ്പൊ ആളെ കിട്ടാനില്ലെന്നേ. ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് തേങ്ങ ഇടാൻ ആളെ വിളിച്ചതും ഇല്ല. ചേച്ചിക്കും വേണോ എന്റെ ശാന്തേച്ചിക്കും തേങ്ങ. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ തേങ്ങ ഇടാൻ തുടങ്ങിയതായിരുന്നു. എനിക്കോ? അയ്യോ എനിക്കറിയത്തില്ല മക്കളെ. ബ്രെയിൻ ഔട്ടാനിമനോ ഇവിടെ വന്നോ? പിന്നെ എന്ത് ചെയ്യാൻ? ഇവരെല്ലാം കൂടെ തെങ്ങിന്റെ മുകളിൽ കയറി. എനിക്ക് ഈ വണ്ണം വെച്ചിട്ട് കയറാൻ പറ്റുമോ? പിന്നെ ആണെങ്കിൽ കിങ്ങിനിയുടെ ഡ്രസ്സിന്റെ ആണെങ്കിൽ റെഡ് കളറിന്റെ എനിക്കാണെങ്കിലേ കുറച്ച് കീറി തന്നു. ഞാൻ പിന്നെ ആ പൊട്ടക്കണത്തി കൊണ്ടിട്ട് ഇതിനെ റൈനോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ല റെഡ് കളർ. അതെടുത്താ പൊട്ടക്കണത്തി ചാടി. അത് കൊള്ളാൻ ഐഡിയ. ഇനിയിപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോവാ. ഞങ്ങളെന്തായാലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ തേങ്ങ കിട്ടിയില്ലെന്ന് മാത്രം. അയ്യോ തേങ്ങ നിൽക്കുവാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു തെങ്ങ്, കൊച്ചു തെങ്ങ്, കുളം തെങ്ങ്. അത് നിറയെ നിൽക്കുന്നുണ്ട് തേങ്ങ. അത് പോയി അടത്തിയെടുക്ക്. സത്യം പറയല്ലേ രാമേട്ട, ഞങ്ങൾ അത് അടർത്താൻ വേണ്ടിയിട്ട് അടുത്ത് പോയി നിന്ന്. അപ്പോഴാണ് ഈ റൈനോ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോയത്. എന്തായാലും കൊള്ളാമല്ലോ. കള്ളന്മാരും കള്ളികളും ഒക്കെ ആണല്ലോ. വേറെ ഒരു നിവൃത്തിയില്ലാതെ രാമേട്ട. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് 2 എണ്ണം അടക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാടൊന്നും ഇല്ല. അത്യാവശ്യത്തിന് 1-2 എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനാണ് നീ നടത്തിയെടുത്തോ? അത് ശരിയല്ലല്ലോ രാമേട്ട. മറ്റൊരാളുടെ സാധനം നമ്മളങ്ങനെ കയറി എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് ആ കോക്കോസിന്റെ റൈനോ അങ്ങനെ വന്നത്. ശരിയാ, ചോദിക്കാതെ പറയാതെ മറ്റൊരാളുടെ സാധനം എടുക്കുന്നത് ശരിയല്ല. എന്തായാലും ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ. എന്റെ പെർമിഷൻ കിട്ടിയല്ലോ. അതെ അതെന്റെ തെങ്ങ. അത് നിങ്ങൾ ആവശ്യത്തിന് കരിക്കും തേങ്ങയൊക്കെ എടുത്തോ. എനിക്ക് ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് വേണ്ട തെങ്ങും തൊപ്പല്ലയോ. ഇഷ്ടം പോലെ എനിക്ക് തേങ്ങയുണ്ട്. അത് എടുത്തോട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് എടുത്തോട്ടോ. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. അതാരാ? അതാ റൈനോ. കോക്കോസിന്റെ റൈനോ കരയുന്നത് പൊട്ടക്കിടത്തി കിടന്ന്.